7 സീറ്റർ വാഹനമാണ്, ഒരു ചെറിയ 7 സീറ്റർ ഹോണ്ടയുടെ മൊബീലിയോ ആണ്. KL7 രജിസ്ട്രേഷൻ വണ്ടി. ഇത് പെട്രോളോ ഡീസൽ വണ്ടിയാണ്. നല്ല മൈലേജ് ഉണ്ടാവുക, 18-20 റേഞ്ച്. അതിൻ്റെ മേലെ തന്നെ മൈലേജ് പ്രതീക്ഷിക്കാം. 2022 അല്ലേ? ഏതാ ഓപ്ഷൻ? മിഡിൽ ഓപ്ഷനാണ്. അതായത് അലോയ്സ് പുഷ് ബട്ടൺ ഉണ്ടാവില്ല, ബാക്കി എല്ലാ ഡിഫോഗർ ഉണ്ടാവില്ല, ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരും. ഓക്കെ, ഓട്ടോ എത്ര പോയത്? 77,000 കിലോമീറ്റർ. 77,000. 22 മോഡൽ, 77 ഓടി. ഓണർഷിപ്പ് സെക്കൻഡാ? സിംഗിൾ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന ഒരു VXi സ്വിഫ്റ്റ് ആണിത്. വീണ്ടും 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഫുൾ ഓപ്ഷൻ വരുന്ന സൺറൂഫ് അടക്കമുള്ള ഒരു കോമ്പാക്ട് SUV ആണ്. KL4 രജിസ്ട്രേഷൻ വരുന്ന ടാറ്റയുടെ നെക്സോൺ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2020 നെക്സോൺ XZ പ്ലസ്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതാ സയാന ഓട്ടോ ഹബിലേക്ക് വന്നിരിക്കുകയാണ്. കണ്ണൂർ ഇരിട്ടിയാണ് ലൊക്കേഷൻ. ഫാസിൽ ബ്രോ നമ്മുടെ കൂടെ ഉണ്ട്. സ്വാഗതം ബ്രോ. എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ? നല്ല ഇതിലോണ്ട പിന്നെ വിളിക്കുന്നേ. ഓക്കെ, ഇല്ലാണ്ട് വിളിക്കില്ലല്ലേ? ഓക്കെ, അപ്പോൾ ഇവര് ചെറിയ സെഗ്മെന്റ് വാഹനങ്ങളാണ് കൂടുതലുണ്ടാവുക. ഇന്ന് കുറച്ച് കോമ്പാക്ട് SUV ഒക്കെ ഉണ്ട് അല്ലേ? ഓക്കെ, 1-2 SUV കോമ്പാക്ട് SUV ഉണ്ടാകാറുണ്ട്. അല്ലാതെ കോമൺ ആയിട്ട് ചെറിയ വാഹനങ്ങളാണ് അല്ലേ? ചെറിയ നമ്മുടെ മാരുതി ഡാറ്റ്സണൊക്കെ പോലത്തെ ചെറു വണ്ടികളാണ് കൂടുതലും ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നത്തെ ഏറ്റവും കൂടിയ സ്റ്റോക്ക് ഫോർച്യൂണർ നിങ്ങളെ പുറത്തുള്ള അത് കാണിക്കുന്നില്ല അല്ലേ? ഓക്കെ, അപ്പോൾ ഇരിട്ടി കറക്റ്റ് ലൊക്കേഷൻ എവിടെ പറയുന്നത്? മാടത്തിൽ, ബാംഗ്ലൂർ റൂട്ടിൽ മാടത്തിൽ നിന്നാണ് സ്ഥലപ്പേര്. 2 കിലോമീറ്റർ. 2 കിലോമീറ്റർ ഇരിട്ടി ടൗൺ കഴിഞ്ഞിട്ട് 2 കിലോമീറ്റർ. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ വരുന്നൊരു ഷോറൂമാണ് ബാംഗ്ലൂരേക്ക് പോകുന്ന റൂട്ടിൽ. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. നമ്മൾ ഒരുപാട് വീഡിയോസ് ഇവിടുന്ന് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വിലപ്പാകത്തിൽ കൊടുക്കുന്ന വണ്ടികളാണ് അല്ലേ? ഓക്കെ, ഇപ്രാവശ്യം അങ്ങനെ തന്നെ കൊടുക്കാറ്. എന്തുണ്ടെങ്കിലും നമുക്ക് പറഞ്ഞു കൊടുക്കാറ്. വണ്ടീൻ്റെ കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളും എന്താണെന്ന് പറഞ്ഞിട്ട് കൊടുക്കില്ല. അത്ര തന്നെ ഉള്ളൂ അല്ലേ? ഓക്കെ, അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കുക. ചെറിയ ബഡ്ജറ്റ് വാഹനങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടോ. വീഡിയോയിലേക്ക് പോകും അല്ലേ? നമ്മുടെ ആദ്യ വാഹനം ടാറ്റയുടെ പഞ്ചാണ്. KL16 ആറ്റിങ്ങൽ രജിസ്ട്രേഷൻ ആണ്, തിരുവനന്തപുരം ജില്ല. ഏതാ മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് 2022 അക്കംപ്ലിഷ്ഡ് എന്ന് വെച്ചാൽ ടോപ്പിൻ്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. അതായത് ഇതിൽ പുഷ് ബട്ടൺ, സ്റ്റിയറിംഗ് കൺട്രോൾസ്, പിന്നെ ഇതൊക്കെ വരുമല്ലോ, റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. എല്ലാ ഫീച്ചേഴ്സും, അഡ്ജസ്റ്റ്മെൻറ്റ് എല്ലാ ഫീച്ചേഴ്സും ടോപ്പിൻ്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. അലോയ്സ് ഉണ്ടാവില്ല അല്ലേ? ഇല്ല. ഓക്കെ, ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണിത്. 22 മോഡൽ. കിലോമീറ്റർ എത്രയായി? 45,000 കിലോമീറ്റർ. 45. സർവീസ് ഉണ്ടാവും അല്ലാണ്ട്? ഓക്കെ, മേജറായിട്ടുള്ള ക്ലെയിം റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നും മാറിയിട്ടില്ലല്ലോ. ബമ്പറിൽ സ്ക്രാച്ച് ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ബമ്പറിൽ. അപ്പോൾ 22 മോഡൽ അക്കംപ്ലിഷ്ഡ് പഞ്ചാണ്. അന്ന് ഇറങ്ങുമ്പോൾ തന്നെ എത്രയോ 8 ലക്ഷം എത്രയോ ഓക്കെ, 8 ലക്ഷത്തി സംതിങ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ടച്ചപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചെയ്ത് ക്ലിയർ ആക്കി കൊടുക്കുക അല്ലേ? ഓക്കെ, ചെറിയ സൈഡാണ് ടച്ചപ്പ് വരുന്നത്. പഞ്ചിൻ്റെ മൈലേജ് 1.2 ലിറ്റർ പെട്രോൾ മാനുവൽ ആണ്. മൈലേജ് വരിക ഒരു 12-15 റേഞ്ച് ഒക്കെ അല്ലേ? എത്രയാണ് നമ്മുടെ ചോദ്യം? ഇപ്പോൾ 4,65 ചോദിക്കുന്നത്. 4,65,000 രൂപയ്ക്ക് 2022 മോഡൽ അക്കംപ്ലിഷ്ഡ് ടോപ്പിൻ്റെ തൊട്ട് താഴെ ഓപ്ഷൻ വരുന്ന ഈ ഒരു ടാറ്റ പഞ്ച് നിങ്ങൾക്ക് കൊണ്ടുപോകാം. സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി തരുകയും ചെയ്യും. ഓക്കെ, ലോണ് ഫുള്ള് കിട്ടൂലേ? വണ്ടിക്ക് കിട്ടും, ബാക്കി നിങ്ങളുടെ ട്രാക്ക് അനുസരിച്ച് അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക്. നമ്മുടെ അടുത്ത വാഹനം മഹീന്ദ്രയുടെ XUV 300 ആണ്. KL10 മലപ്പുറം രജിസ്ട്രേഷൻ വണ്ടി. ഏതാ മോഡൽ? ഇത് 2020 മോഡൽ. ഓക്കെ, ഓട്ടം 1.14 ഓട്ടം. 1,14,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 20 മോഡൽ. പെട്രോൾ ആണ്? പെട്രോൾ മാനുവൽ അല്ല? ഏതാ ഓപ്ഷൻ? സിംഗിൾ ഓണർ. 88 ഓപ്ഷൻ. 88 ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും ടോപ്പിൻ്റെ വേരിയൻ്റ് ആണ്. 7 എയർബാഗൊക്കെ വരുന്ന വാഹനം. സൺറൂഫ് അടക്കം ഉണ്ട്. സൺറൂഫ് നിങ്ങൾ അവിടെ നിന്ന് കാണാൻ പറ്റുമെന്ന് അറിയില്ല. സൺറൂഫ് അടക്കം വരുന്ന വാഹനമാണ്. എന്താ പറയുക, അന്നത്തെ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വണ്ടിയാണ്. ടാറ്റയ്ക്ക് ശേഷം 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ വണ്ടിയാണ് മഹീന്ദ്രയുടെ XUV 300. ഓക്കെ, 1.14 ഓടിയിട്ടുണ്ട്. പെട്രോൾ എഞ്ചിനല്ലേ? വലിയ പണിയൊന്നും വരില്ല. സർവീസ് ഒക്കെ പക്കയാണ്. അത് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ വലിയ പണിയൊന്നും വരാൻ ചാൻസ് ഇല്ല. നോർമൽ ഒരു മെയിൻ്റെനൻസ് എന്തായാലും നമ്മൾ വണ്ടി എടുത്താൽ കാണണം. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സാധനമല്ലേ അല്ലേ? ഓക്കെ, മേജറായിട്ടുള്ള ക്ലെയിം റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ. എത്ര ചോദ്യം? എത്രയുണ്ട് ഇതിപ്പോൾ? 5,95. 5,95,000 രൂപയ്ക്ക് W8 ഓപ്ഷനിൽ ഏറ്റവും ടോപ്പ് എൻഡ് ഈ ഒരു XUV 300 നിങ്ങൾക്ക് കൊണ്ടുപോകാം. 2020 സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന 1.14 ഓടിയ വണ്ടിയാണ്. ഓക്കെ, വേറെ ഒന്നും ഇപ്പോൾ ചെയ്യാനില്ല. സാധാരണ ജനറൽ സർവീസ് ഓടിച്ചാൽ മതി അല്ലേ? ടയർ ബാക്കിൽ കുറച്ച് കുറവ്. ടയർ ബാക്കിലത്തെ കുറവാണ്, ഫ്രണ്ടിൽ പുതിയ ടയർസ് അല്ല, രണ്ടും ബാക്കിൽ 2 മാറേണ്ടി വരും. ഓക്കെ, അപ്പോൾ ലോൺ എത്ര കയറില്ല? ഫുൾ ലോൺ വണ്ടിയിൽ ഫുൾ ലോൺ കിട്ടുന്നത്. ഓക്കെ, മൈലേജ്
നേരത്തെ പഞ്ച് കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ഒരു 12-15 ആ റേഞ്ച് നോക്കി പോയാൽ മതി. ഓക്കെ, ഇത് കുറച്ചും കൂടി വെയിറ്റുള്ള വണ്ടിയാണ്. അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഫുൾ ഓപ്ഷൻ വരുന്ന സൺറൂഫ് അടക്കമുള്ള ഒരു കോമ്പാക്ട് SUV ആണ്. KL 4 രജിസ്ട്രേഷൻ വരുന്ന ടാറ്റയുടെ നെക്സോൺ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2020 നെക്സോൺ XZ പ്ലസ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി 20 മോഡൽ തന്നെയാണ് അല്ലേ? 2 വണ്ടി 20 മോഡലാണ്. പെട്രോൾ അത്? ഇതും പെട്രോളാണ്. പെട്രോൾ മാനുവൽ അല്ലേ? സിംഗിൾ ഓണറാണ്. എത്ര ഓട്ടം പോയി? ഇത് 1.25. 2 സഹോദരന്മാർ പോലെയാണല്ലോ. ഓക്കെ, അപ്പോൾ 1.25 നിലവിൽ ഓടിയേക്കുന്ന വാഹനമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെട്രോൾ എഞ്ചിനാണ്. ഡീസലിനൊക്കെയാണ് നല്ല കൈ നമ്മളെ പൈസ ഇറങ്ങുക. പെട്രോൾ എഞ്ചിനൊക്കെ ആണെങ്കിൽ നമ്മൾ എത്രയോ വണ്ടികൾ ഇപ്പം നമുക്ക് നാട്ടിൽ കാണാനുണ്ടാവും അല്ലേ? എത്ര 3 ലക്ഷം 4 ലക്ഷം കൊടുത്തിട്ടുണ്ട്. അതെ, 4 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടികളൊക്കെ ഉണ്ട്. അത് പ്രോപ്പർ സർവീസ് ചെയ്ത് പോവുകയാണെങ്കിൽ വലിയ പണിയായിട്ട് വരുന്ന. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ 1.25 പറഞ്ഞത്. 1.25 ക്ലെയിമർ റീപ്ലേസ്മെന്റ്, ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെന്റ്, ഗ്ലാസ് മാറിയിട്ടുണ്ട്. കമ്പനി തന്നെ മാറി, ഹിസ്റ്ററി ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ്. ഓക്കെ, XZ പ്ലസ് ഫുൾ ഓപ്ഷൻ വണ്ടി. എത്രയാണ് ചോദ്യം? എത്ര? ഇത് 5.20. 5,20,000 രൂപയ്ക്ക് ഒരു XZ പ്ലസ് നെക്സോൺ ഓടുക. 2020 മോഡൽ വണ്ടിയാണ്. ഓക്കെ, ഫുൾ ഓണും കയറും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കിലോമീറ്ററിൻ്റെ കൂടുതലുള്ളതുകൊണ്ട് തന്നെയാണ് ആ ഒരു വ്യത്യാസം വരുന്നത് അല്ലേ? ഓക്കെ, അടുത്ത വണ്ടി വീണ്ടും ടാറ്റ തന്നെ ടിയാഗോ ആണ്. KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ വണ്ടി. ഫസ്റ്റ് ഷേപ്പ് ടിയാഗോ. ഏതാ മോഡൽ? ഇത് 2020 ആണ്. ഓട്ടം 70,000 കിലോമീറ്റർ. 70,000. വലിയ ഓട്ടം പോയിട്ടില്ല. 20 മോഡൽ വെച്ച് നോക്കുമ്പോൾ വലിയ ഓട്ടമല്ല. ഓണർഷിപ്പ് എത്രയാ? സെക്കൻഡ് ഓണർ. 70,000 കിലോമീറ്റർ ഓടി. 20 മോഡൽ ടിയാഗോ. ഇതിൻ്റെ ഓപ്ഷൻ ഏതാ? XM സെക്കൻഡ് ഓപ്ഷനാണ്. 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരും. സെൻട്രൽ ലോക്ക് ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടല്ലേ? ആൻഡ്രോയിഡ് സിസ്റ്റം. ഓക്കെ, ടയേഴ്സ് ആവറേജ്. ക്ലെയിം ഒന്നുമില്ല, 0 ക്ലെയിം വാഹനമാണ്. മേജർ ആക്സിഡൻറ്റ് ഒന്നുമില്ലാത്ത 2020 മോഡൽ XM ടിയാഗോ. 70,000 കിലോമീറ്റർ ഓടിയ വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പാണ്. എത്രയാണ് ചോദ്യം? ഇത് 3.15. 3,15,000 രൂപയ്ക്ക് ഒരു ടിയാഗോ നിങ്ങൾക്ക് കൊണ്ടുപോകും. 20 മോഡൽ XM. അപ്പോൾ താല്പര്യമുണ്ടോ വിളിച്ചോ. ലോണ് ഫുൾ ലോൺ വണ്ടിക്ക് കിട്ടും. ഓക്കെ, അടുത്തത് നല്ലൊരു ബ്ലൂ കളർ സ്വിഫ്റ്റ് ആണ്. KL 60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ വാഹനം. ഏതാ മോഡൽ ഇത് ബ്രോ? ഇത് 2022 ആണ്. VXI. മിഡിൽ ഓപ്ഷൻ പെട്രോൾ വാഹനം. മിറർ അഡ്ജസ്റ്റ്മെന്റ്, 4 ഡോർ പവർ വിൻഡോസ്, സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാം വരില്ല. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. നല്ല സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓട്ടോ എത്ര പോയത്? 77,000 കിലോമീറ്റർ. 77,000. 22 മോഡൽ 77 ഓടി. ഓണർഷിപ്പ് സെക്കൻഡാ? സിംഗിൾ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന ഒരു VXI സ്വിഫ്റ്റ് ആണിത്. സ്വിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ മാർക്കറ്റ് അറിയാലോ. ഇപ്പോൾ ലിവ സ്വിഫ്റ്റ് ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ടിയാഗോനെ പോലെ ഒന്നും ഡിപ്രിസിയേഷൻ ഉണ്ടാവില്ല സ്വിഫ്റ്റിനൊന്നും. സ്വിഫ്റ്റിന് വരിക എന്ന് വെച്ചാൽ ഒരു 1.5 ലക്ഷം 2 ലക്ഷം ഇത്രയൊക്കെ മാറ്റം ഉണ്ടാവും കൂടി വന്നാൽ. ഇതിപ്പോൾ എത്ര കൊടുക്കാം നമുക്ക്? ഇതിപ്പോൾ 5.60. 5,60,000 ചോദ്യമാണ്. എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാമല്ലോ. ഓക്കെ, കാരണം സ്വിഫ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ 5.60 ഇപ്പോൾ ചോദിക്കുന്നത്. അന്ന് വണ്ടി ഇറങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 7,500 രൂപ ആ റേഞ്ച് ഉണ്ടാവും. VXI അല്ലേ? ഓക്കെ, ആ റേഞ്ചേ വരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ 5.60 ചോദിക്കുന്നുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം. താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. ഒരു 5 lakhs വരെ ലോൺ കിട്ടും. അടുത്തതാ ഒരു 7 സീറ്റർ വാഹനമാണ്. ഒരു ചെറിയ 7 സീറ്റർ ഹോണ്ടയുടെ മൊബീലിയോ ആണ്. KL 7 രജിസ്ട്രേഷൻ വണ്ടി. ഇത് പെട്രോളാ? ഡീസൽ വണ്ടിയാണ്. നല്ല മൈലേജ് ഉണ്ടാവേ. 18-20 റേഞ്ച്. അതിന്റെ മേലെ തന്നെ മൈലേജ് പ്രതീക്ഷിക്കാം. മോഡൽ ഏതാ? ഓട്ടോ എത്ര പോയി? 2014 മോഡൽ. 1,40,000 കിലോമീറ്റർ. 1.40 ഓടിയിട്ടുണ്ട്. ഡീസലാണ്. അതിന്റെ ഓട്ടോ പോയിട്ടുണ്ട് അല്ലേ? 14 മോഡലിൽ. ഓണർഷിപ്പ് എത്രയാണ് കിടക്കുന്നത്? സെക്കൻഡ് ഓണർ കിടക്കുന്ന വാഹനം. എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒരു റീപ്ലേസ്മെന്റും ഇല്ലാത്ത നല്ലൊരു വണ്ടിയാണ്. ഒരു റീപ്ലേസ്മെന്റും ഇല്ല. 1.40 സംതിങ് ഓടിയിട്ടുണ്ട്. ആ ഒരു ഓട്ടോ എന്തായാലും പോകും, ഡീസൽ വണ്ടി ആയതുകൊണ്ട് തന്നെ. പിന്നെ ഹോണ്ട ഡീസലാണ്. വലിയൊരു കംപ്ലൈൻ്റ് ഒന്നും വരാൻ ചാൻസ് ഇല്ല അല്ലേ? ഇത് സാധാ സർവീസ് ചെയ്ത് കൊണ്ടുപോയാൽ മതി. ടൊയോട്ടേൻ്റെ ഒക്കെ ടൈമിംഗ് ബെൽറ്റ് മാറുന്നത് എന്ന് വെച്ചാൽ ആ സൗണ്ട് മെല്ലെ കേട്ട് കൊടുക്കുക. 2 ലക്ഷമൊക്കെ കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു ടൊയോട്ടൊക്കെ. അതുപോലെ തന്നെ ഇതും തോന്നുന്നു. ഇത് മാറിയിട്ടൊന്നുമില്ല ഇപ്പോൾ, നിലവിലൊന്നും മാറിയിട്ടൊന്നുമില്ല. അപ്പോൾ സൗണ്ട് കേൾക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മാറണം. പിന്നെ വെച്ചോണ്ടിരിക്കരുത്, പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ പണിയാവും. ഇതിന് ചെയിനോ ബെൽറ്റോ ഇതിന് വരിക? ചെയിനാകുമ്പോൾ കറക്റ്റ് സൗണ്ട് കേൾക്കാം. ബെൽറ്റാകുമ്പോൾ കേൾക്കാൻ പറ്റൂല. ബെൽറ്റാകുമ്പോൾ പീരിയോഡിക്കലി ടൈമിനെ മാറ്റുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ, അപ്പോൾ ഒരു ക്ലെയിമുമില്ല. വണ്ടി നല്ല മൈലേജിൽ ഒരു 7 സീറ്റർ അപ്ഗ്രേഡ് ഒക്കെ ഉണ്ടെങ്കിൽ എടുക്കാം. ഒരു റീപ്ലേസ്മെന്റ് ഇല്ലാത്ത വണ്ടിയാണ്. സെക്കൻഡ് ഓണർ. എത്രയാണ് ചോദ്യം? ഇത് 3,70,000 രൂപയ്ക്ക് ഡീസൽ 2014 മൊബൈലിയോ 7 സീറ്റർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. സെക്കൻഡ് ഓണർ. 1.40 ഓടിയ വണ്ടിയാണ്. ഒരു ക്ലെയിം ഇല്ലാത്ത വണ്ടി. ലോൺ ഒരു 3 ലക്ഷം വരെ കിട്ടുമോ?
ഒരു 3:30 വരെ നമുക്ക് ചെയ്ത് set 3:30 കിട്ടും. ഒരു 40,000 രൂപയൊക്കെ കണ്ടാൽ ഇറക്കി കൊണ്ടുപോകാം കേട്ടോ. ഡീസൽ അടിക്കുക, ഓടിക്കുക. അടുത്തത് ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് സെഗ്മെന്റ് ആണ്. ഹ്യുണ്ടൈ i20 KL 59 തളിപ്പറമ്പ് രജിസ്ട്രേഷൻ ആണ്, കണ്ണൂർ ജില്ല. എങ്ങനെയാ മോഡൽ കാര്യങ്ങളൊക്കെ? 2019 ആ സ്പോർട്സ് പ്ലസ് ഓപ്ഷൻ വരുന്നത്. സ്പോർട്സ് പ്ലസ് എന്ന് പറയുമ്പോൾ സാധാരണ സ്പോർട്സിൽ അലോയ്സ് പെട്രോൾ i20 ആണ്. മൈലേജ് പൊതുവെ കുറവായിരിക്കും, പക്ഷേ ഓടിക്കാൻ നല്ല രസമുള്ളൊരു വണ്ടിയാണ് അല്ലേ. ഡ്രൈവിംഗ് കംഫർട്ട് അടിപൊളിയായിരിക്കും. മൈലേജ് ഒരു 10-14 വരെയൊക്കെ മാക്സിമം കണ്ടാൽ മതി. അതിൻ്റെ ഇടയിലായിട്ട് ഇതിൽ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ബോണറ്റ് മാറിയിട്ടുണ്ട്. കമ്പനി എന്ന് മാറിയതാ? ബോണറ്റ് മാത്രം മാറിയിട്ട്. ഓട്ടോ എത്രയാണ് പറഞ്ഞത്? 70,000 ഓടിയ വണ്ടിയാണ്. 19 മോഡൽ, 70,000 ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. അപ്പോൾ സിംഗിൾ ഓണർ 2019 സ്പോർട്സ് പ്ലസ് അലോയ്സും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു i20 ആണ്. എത്ര കൊടുക്കാം? 5,10,000 രൂപയ്ക്ക് സ്പോർട്സ് പ്ലസ്. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? 4.25 കയറോ? അടുത്തതാ നല്ലൊരു ഹോണ്ട അമേസ്. അതൊരു കോമ്പാക്ട് സെഡാൻ കാറ്റഗറിയാണ്. ഇപ്പോൾ ഇറങ്ങുന്ന ഷേപ്പിൻ്റെ തൊട്ട് മുമ്പേ ഉള്ള ഷേപ്പാണ്. ഇപ്പോഴത്തെ ഗ്രില്ലൊക്കെ മാറി കുറച്ച് ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്ന മോഡലാണ് പുതിയത്. പക്ഷെ അതിനേക്കാൾ സ്റ്റൈലിഷ് ഇത് തന്നെയാണ് ഈ ലാസ്റ്റ് ഇറങ്ങിയ സാധനം. ലാസ്റ്റ് ഇറങ്ങിയ ഈ ഗ്രില്ലാണ്. ഓക്കെ, അപ്പോൾ KL 58 തലശ്ശേരി വണ്ടിയാണ്. ഏതാ മോഡല് കാര്യങ്ങളൊക്കെ? 2022 അല്ല. ഏതാ ഓപ്ഷൻ? മിഡിൽ ഓപ്ഷനാണ്. അതായത് അലോയ്സ് പുഷ് ബട്ടൺ ഉണ്ടാവില്ല, ബാക്കി എല്ലാ ഡിഫോഗർ ഉണ്ടാവില്ല, ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരും. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, ഫോൾഡിങ്, പവർ വിൻഡോസ്, എയർ ബാഗ്, 2 എയർ ബാഗ് എല്ലാം വരും. ഓട്ടോ എത്ര പോയത്? 75,000 കിലോമീറ്റർ. 22 മോഡൽ പെട്രോൾ മാനുവൽ 75,000 കിലോമീറ്റർ ഓടിയേക്കുന്ന അമേസ് ആണ്. അമേസിൻ്റെ പൊതുവേ ഒരു മൈലേജ് ഒരു 12 to 16 റേഞ്ചൊക്കെ ഏകദേശം നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഇത് റീപ്ലേസ്മെൻറ്റോ ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, നീറ്റ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ. സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, എത്രയാണ് ഇതിൻ്റെ ചോദ്യം? എത്രയാണ്? ഇതിപ്പോൾ 5,45. 5,45,000 രൂപയ്ക്ക് 2022 മോഡൽ എസ് ഓപ്ഷൻ അമേസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം കേട്ടോ. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന ഒരു ക്ലെയിമും ഇല്ലാത്ത വണ്ടിയാണ്. ലോണ് 5 lakhs വരെ ചാൻസ് ഉണ്ട്. പിന്നെ 4 പുതിയ ടയറുണ്ട്. ഒന്നും ചെയ്യാനില്ല, ജനറൽ സർവീസ് ചെയ്യുക, ഓടിക്കുക. 2,000 രൂപയ്ക്കൊക്കെ നമ്മൾ പുറത്തുനിന്നൊക്കെ സർവീസ് ചെയ്യണം. 2,000 രൂപയ്ക്കൊക്കെ സർവീസ് ചെയ്ത് സിമ്പിളായിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയ വണ്ടിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ട് നോക്കിക്കോ. നമ്മളിവരുടെ ഷോറൂമിൻ്റെ പുറത്തുള്ള ഒരു യാർഡിലേക്ക് വന്നിട്ട് ഇപ്പോൾ ചെയ്യുന്നത് അല്ലേ. ഓക്കെ, തൊട്ട് ബാക്കിൽ തന്നെയുള്ള യാർഡാണ്. ഇവിടെയുണ്ട് വേറെ ഒരുപാട് വണ്ടികൾ. അടുത്ത 2 ഡീസൽ i20 ആണ് വരാൻ പോകുന്നത്. KL 59 രജിസ്ട്രേഷൻ വരുന്ന ഈ ഒരു വാഹനം ആദ്യം നമുക്ക് പരിചയപ്പെടാം. ഇതെങ്ങനെ മോഡലൊക്കെ? 2014 മോഡൽ. 14 ഡീസൽ. ഏത് ഓപ്ഷൻ ഇത്? ആസ്റ്റയാണ്. ഫുൾ ഓപ്ഷനാണ് അല്ലേ, ഏറ്റവും ടോപ്പ് എൻ്റെ. 14 പുഷ് ബട്ടൺ ഉണ്ടോ ഇതിൽ? പുഷ് ബട്ടൺ വരുന്നുണ്ട്. വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ്. ഓക്കെ, എല്ലാ ഫീച്ചേഴ്സും വരുന്ന അലോയ്സും പുഷ് ബട്ടൺ ഒക്കെ വരുന്ന 2014 മോഡൽ ഡീസൽ ആസ്റ്റ വണ്ടിയാണ്. മൈലേജ് ഉണ്ടാവും 18-20 റേഞ്ചൊക്കെ മൈലേജ് ഉണ്ടാവും. ഓട്ടം പോയിട്ടുണ്ടാവില്ല. എത്ര ഉണ്ട്? 1.20 കാണിക്കുന്നത്. ജനുവിൻ നമ്മൾ പറയുന്നില്ല, ചെക്ക് ചെയ്യാം അല്ലേ. ആരെ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ നിലവിലെ ഫിസിക്കൽ കണ്ടീഷൻ നോക്കുക എങ്ങനെയുണ്ട്. നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്നാൽ ആൾക്ക് സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് ഓടിച്ച് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. ബാക്കി പിന്നെ അതിനനുസരിച്ച് എന്തെങ്കിലും നോക്കിയാൽ മതി അല്ലേ. ഓക്കെ, റീപ്ലേസ്മെന്റ് ക്ലെയിം എന്തെങ്കിലും? ഗ്ലാസ് മാത്രമേ മാറിയുള്ളൂ. ഓക്കെ, ബോണറ്റ് ഒന്നും മാറിയിട്ടില്ലല്ലോ. ഓക്കെ, ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്. എത്ര ചോദ്യം? 2,65,000 രൂപയ്ക്ക് ഡീസൽ ആസ്റ്റ i20 2014 മോഡൽ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇതിൻ്റെ ഓണർഷിപ്പ് എത്ര? സെക്കൻഡ് കിടക്കുന്ന വാഹനമാണ്. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും നോക്കിക്കോ. ഒരു 2 ലക്ഷം വരെ ലോൺ. ഫുൾ ലോൺ തന്നെ 2014 മോഡൽ ഫുൾ ലോൺ. അടുത്തത് സെയിം i20 ഡീസൽ തന്നെ KL 58 തലശ്ശേരിയിലോട്ട് രജിസ്ട്രേഷൻ ആയി കഴിഞ്ഞ വാഹനമാണ്. വണ്ടിയാണിത്, ഡീസൽ. ഇതും ഫുൾ ഓപ്ഷൻ തന്നെയാണ് അല്ലേ ആസ്റ്റ? അത് പുഷ് ബട്ടൺ ഉണ്ട്, 12 അല്ലേ. ഓക്കെ, പുഷ് ബട്ടൺ കാര്യങ്ങളൊക്കെ വരുന്ന സെയിം ഓപ്ഷൻ തന്നെ, സെയിം വണ്ടി തന്നെ. ഏതാ മോഡല്? 2012 മോഡൽ. 12. ഓക്കെ, ഓട്ടം 1.20 കാണിക്കുന്നു. 1.27 ഉറപ്പിക്കണ്ട, ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ, 1.27. ഓണർഷിപ്പ് കുറേ ഉണ്ടോ? ഫോർത്ത് ഓണർ ആയിട്ടുണ്ട് നിലവിൽ. 1.27 മീറ്റർ കാണിക്കുന്നതാണ്, ഉറപ്പിക്കുന്നില്ല. വരിക, ഫിസിക്കലി ചെക്ക് ചെയ്യുക, എന്താണ് അവസ്ഥ നിങ്ങൾക്ക് നോക്കാം. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഒന്നുമില്ല, ഒരു റീപ്ലേസ്മെന്റും നിലവില്ല. റീപ്ലേസ്മെന്റ് ഒക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അങ്ങനത്തെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ അടിയൊന്നും പോയിട്ടുണ്ടാവില്ല. എഞ്ചിൻ റൂമൊക്കെ പക്കല്ലേ? ഓക്കെ, അപ്പോൾ എത്ര ഇതിൻ്റെ ചോദ്യം? എത്ര?
പേപ്പറായി കഴിഞ്ഞ വാഹനമാണ്. 2,10,000 രൂപയ്ക്ക് 2012 ഡീസൽ ആസ്റ്റ ഓപ്ഷൻ i20 നിങ്ങൾക്ക് ഉണ്ടാവും. പുഷ് ബട്ടൺ അലോയ്സ് ഒക്കെ വരുന്ന വണ്ടി. എല്ലാം വർക്കിംഗ് അല്ല പ്രോപ്പർ? വർക്കിംഗ്. ഒരു പ്രശ്നമില്ല. ഇല്ല. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ നോക്കിക്കോ. വണ്ടിയാണ്, റീ ആയി കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ല. ലോണ് കിട്ടുമോ? ലോൺ കിട്ടും. ഒരു 1.70 വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ചെയ്യാൻ പറ്റും അല്ലേ? അടുത്തതാ വീണ്ടും ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റ് ടൊയോട്ട അർബൻ ക്രൂയിസർ KL 83 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ വരുന്നത്? 2021 മോഡൽ. ഓക്കെ. പെട്രോൾ ഓപ്ഷൻ ആയി വരുന്നത്. ഏറ്റവും ടോപ്പൻ്റെ 21 മോഡൽ പെട്രോൾ മാനുവൽ അല്ലേ? പെട്രോൾ മാനുവൽ വാഹനമാണ്. ഹൈബ്രിഡും അതൊന്നും വരില്ല അല്ലേ? ഓക്കെ. സാധാരണ പറയുമ്പോൾ ഒരു 12-15 റേഞ്ച് ഏകദേശം മൈലേജ് കണക്കാക്കാൻ പറ്റിയ വണ്ടി. ക്ലെയിമർ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഒന്നുമില്ല. നോ റീപ്ലേസ്മെന്റ്. ഓണർഷിപ്പ് എത്രയാ? സെക്കൻഡ് ഓണർ കിടക്കുന്ന 2021 ടൊയോട്ട അർബൻ ക്രൂയിസർ ആണ്. ഇതിന്റെ ഓട്ടോ എത്രയാ? 1,60,000. അത്യാവശ്യം ഓട്ടം പോയിട്ടുണ്ട് കേട്ടോ. കമ്പനി സർവീസ് തന്നെയാ? ഓക്കെ. കമ്പനി സർവീസ് പോയ പുതിയ 2 ടയേഴ്സ് ഫ്രണ്ടിലുണ്ട്. പുറകിൽ വലിയ കുഴപ്പമില്ലാന്നേ പറയാൻ പറ്റും. മാറാൻ ഒരു 5,000 കിലോമീറ്റർ കഴിഞ്ഞ് മാറേണ്ടി വരും അല്ലേ? എത്ര എൻ്റെ ചോദ്യം ഇപ്പോൾ? 6,40,000 രൂപയ്ക്ക് 21 മോഡൽ ഫുൾ ഓപ്ഷൻ പെട്രോൾ മാനുവൽ അർബൻ ക്രൂയിസർ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ. 2021 മോഡൽ ഫുൾ സർവീസ് പോയിട്ടുണ്ട്. ഒരു റീപ്ലേസ്മെൻറ്റോ ക്ലെയിമില്ല. സെക്കൻഡ് ഓർഡർ കിടക്കുന്ന വാഹനം. ലോൺ ഒരു 6 ലക്ഷം വരെ കിട്ടും. 6 ലക്ഷത്തിന് മുകളിൽ കിട്ടും. അടുത്ത വണ്ടിയിൽ അടുത്തതാ നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് ഫോക്സ് വാഗൺ പോളോ KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ വണ്ടി തന്നെ. ഏതാ മോഡൽ? ഇത് 2014 മോഡൽ. 14 പോളോ. ഡീസലോ പെട്രോളോ? പെട്രോൾ. ഓപ്ഷൻ കംഫർട്ട് ലൈൻ. മിഡിൽ ഓപ്ഷനാണ്. AC, പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരും അല്ലേ? ഓക്കെ. ഇതിന് കിലോമീറ്റർ എത്ര ചെയ്ത്? 97,000 കിലോമീറ്റർ. 97,000. പെട്രോൾ പോളോ ആണ്. വലിയ പണി വരാൻ ചാൻസ് ഇല്ല അല്ലേ? ഓക്കെ. ക്ലെയിമോ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഫ്രണ്ട് ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. വേറെ മേജറായിട്ടുള്ള മാറ്റമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ 2014 കംഫർട്ട് ലൈൻ പോളോ ആണ്. എത്ര കൊടുക്കാം നമുക്ക്? 2 ലക്ഷത്തിന് 14 കംഫർട്ട് ലൈൻ 90 സംതിങ് കൂടിയ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫ്രണ്ട് ഗ്ലാസ് മാത്രമേ മാറിയിട്ടുള്ളൂ. വേറൊരു പരിക്കും സംഭവിക്കാത്ത വണ്ടിയാണ്. ടയേഴ്സും കുഴപ്പമില്ലാത്ത ടയേഴ്സ് ഉണ്ട്. ഓക്കെ. അപ്പോൾ പെട്രോൾ ആയതുകൊണ്ട് തന്നെ ഡീസലിനെ പോലത്തെ പണി മേടിക്കണ്ട. സാധാരണ രീതിയിൽ തന്നെ കൊണ്ടു നടക്കാൻ പറ്റും. ഒരു 11-14 റേഞ്ചൊക്കെ മൈലേജ് കിട്ടും അല്ലേ? 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വരിക. ഓക്കെ. ഫുൾ ലോൺ കയറും. 14 2 ലക്ഷം ചോദിക്കുള്ളൂ. ഫുൾ ലോണും കിട്ടും. ഓക്കെ. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. തൽക്കാലം നമ്മൾ നിർത്തുകയാണ്. ഇത് മാത്രമല്ല വേറെയും ഈ ഓണ്, ഡാറ്റ്സൺ ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഇവിടെ ഉണ്ടാവും. ഇപ്പോൾ ഉള്ളതൊക്കെ ബുക്കിംഗ് ആയിട്ടുണ്ട് അല്ലേ? അതുകൊണ്ടാണ് കാണിക്കാത്തത്. നമ്മൾ ഇവിടെ കുറേ ചെറുവണ്ടികളുണ്ട്. 800 cc തന്നെ കുറേ വണ്ടികളുണ്ട്. അപ്പോൾ ഒക്കെ ബുക്കിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവർ പുതിയ സ്റ്റോക്ക് വരുമ്പോഴൊക്കെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇവരുടെ കാറ്റലോഗ് കാര്യങ്ങളൊക്കെ കിട്ടും. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കാണുന്നതും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വിളിച്ചാൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമൻസിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക മാക്സിമം കേട്ടോ. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു ബ്രോ. താങ്ക് യു. ബൈ.